പേര് സംഖ്യകൾ എന്നാണ് കേട്ടോ. സംഖ്യകൾ ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് സംഖ്യകൾ. അപ്പം നമുക്ക് ഒരു സംഖ്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? 1, 2, 3 അല്ലെ? നിങ്ങളോടൊരു സംഖ്യ എണ്ണി തുടങ്ങൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ തുടങ്ങുക? 1, 2, 3, 4 എന്നാ പറയാം. അത് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്നാ പറയാ. എന്താ പറയാ? എണ്ണൽ സംഖ്യ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ആദ്യത്തെ സംഖ്യയുടെ പേരാണ് എണ്ണൽ സംഖ്യകൾ. എന്താണ്? എണ്ണൽ സംഖ്യകൾ കേട്ടോ. അപ്പൊ എണ്ണൽ സംഖ്യകൾ അതിനല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, നിസർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ കേട്ടോ. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. നിസർഗ സംഖ്യകൾ ഇംഗ്ലീഷിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയാ. അപ്പൊ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരിക? യെസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് 1. ഏതൊക്കെയാണ്? 1 അല്ലെ? നിങ്ങളോട് എഴുതാൻ പറയുന്ന സമയത്ത് ആദ്യത്തെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാ? 1 ആണ് അല്ലെ? അപ്പൊ 1, പിന്നെയോ 2, 3 അങ്ങനെ നമ്മൾ എണ്ണി തുടങ്ങുന്ന സംഖ്യകള് അത് മുതൽ ഇൻഫിനിറ്റ് വരെ പോകും, അനന്തതയിലേക്ക് പോകും. അപ്പൊ അത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ വേറെ പേരാണ് നിസർഗ സംഖ്യകൾ കേട്ടോ. അപ്പൊ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. രണ്ടാമത്തെ സംഖ്യ പേരാണ് അഖണ്ഡ സംഖ്യകൾ. എന്താണ്? അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് അല്ലെ? ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം എന്നാണ് മീനിങ് അല്ലെ? അപ്പൊ അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് കേട്ടോ. ഹോൾ നമ്പേഴ്സ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ എണ്ണൽ സംഖ്യ എവിടുന്നാ തുടങ്ങിയത്? 1 തുടങ്ങിയത് അല്ലെ? നിങ്ങൾക്ക് അറിയാ വേറൊരു അതിലൊരാളുണ്ടല്ലോ, 0 ഇല്ലേ അല്ലെ? 0 ഇല്ലേ? അപ്പൊ ആ 0 കൂടെ എണ്ണൽ സംഖ്യയുടെ കൂടെ 0 കൂടെ വരികയാണെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയണമെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. എന്താ പറയാ? അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. അപ്പൊ അഖണ്ഡ സംഖ്യകൾ ഏതും വരും? എണ്ണൽ സംഖ്യയുടെ കൂടെ 0 കൂടെ വരും അല്ലെ? അപ്പൊ 0, 1, 2, 3, 4 തുടങ്ങി ഇങ്ങനെ പോകും, ഇൻഫിനിറ്റ് ആയിട്ട് വരെ പോകുന്ന സംഖ്യകളാണ് ഏതെന്ന് പറയണെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ഇരട്ട സംഖ്യകൾ. ഏതാണ്? ഇരട്ട സംഖ്യകൾ. എന്താണ് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് കേട്ടോ. ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ്. അപ്പൊ എന്താണ് ഈ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾക്ക് ഉദാഹരണം നമ്മൾ എങ്ങനെ എഴുതാം? 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയാവുന്ന. എങ്ങനെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയാന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ശിഷ്ടം എന്ത് വരാ? 0 വരാ. അതിന്റെ ശിഷ്ടം എന്ത് വരാ? 0 വരാ. അത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയണെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് വരാം. അപ്പം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ ഏത് തന്നെയാ? 2 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എക്സാമ്പിൾ എഴുതിയിട്ട് എങ്ങനെയാണ് ആ ഹരണം എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. 2, പിന്നെയോ വെരി ഗുഡ്, 4, 6, 8, 10 എങ്ങനെ പോകും ആ ശ്രേണി. ഇനി നമ്മൾ എന്താ പറഞ്ഞ? 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന, ഇവിടെ ഞാൻ അതിന്റെ ഡെഫിനിഷൻ എഴുതുന്നുണ്ട്, 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ അല്ലെ? അപ്പൊ ഇങ്ങനെയാ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുക. 2 നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ അല്ലെ? അപ്പൊ എന്ത് കിട്ടി? 1, 2, 2 ശിഷ്ടം എന്ത് വന്നു? 0 വന്നു അല്ലെ? അപ്പൊ നിശേഷം ഹരിച്ചില്ലേ? ഇതിന്റെ ശിഷ്ടം എന്താ? 0 ആണ്. അങ്ങനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയണെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയണേ. ഇനി നോക്കാം, 4 നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ? എന്താ കിട്ടുക? എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പൊ 2, 2, 4 ആണ്, 0 ആണ് അല്ലെ? ഇനി 100 ഒരു ഇരട്ട സംഖ്യയാണോ? ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. 100 എന്ന് പറയുന്ന സംഖ്യ, 100 എന്ന് പറയുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണോ? ആണോ? ഓക്കെ, അതൊരു ഇരട്ട സംഖ്യ ആണ് അല്ലെ? കാരണം എന്താ? 100 എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, നിശേഷം ഹരിക്കാൻ പറ്റൂല. അതിന്റെ 0 അതിന്റെ ശിഷ്ടമായി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 100 ഒരു ഇരട്ട സംഖ്യയാണെന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? അപ്പം അടുത്തതാണ് ഒറ്റ സംഖ്യകൾ. എന്താണ്? അടുത്തതാണ് ഒറ്റ സംഖ്യകൾ കേട്ടോ. അടുത്ത ടൈപ്പാണ് ഒറ്റ സംഖ്യകൾ. എന്താണ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാല്?
നമ്മൾ എന്താ ഇരട്ട സംഖ്യ എന്താന്നാ പഠിച്ചത്? ഹരിക്കുന്ന സമയത്ത് രണ്ടുകൊണ്ട് അല്ല രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖ്യകൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ ഡെഫിനിഷൻ വരാ. എന്താണ്? രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകള്, അതിനെയാണ് നമ്മൾ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയാം കേട്ടോ. ഓഡ് നമ്പേഴ്സ്. അപ്പൊ രണ്ടുകൊണ്ട് നിശേഷം നിശേഷം ഹരിക്കാൻ സാധിക്കാത്തെന്ന് പറയുമ്പോൾ അതിന്റെ ശിഷ്ടം എന്ത് വരും? 0 വരുമോ? 0 വരുമോ? ഇല്ല അല്ലെ. അതിന്റെ ശിഷ്ടം 0 വരില്ല അല്ലെ. അതുകൊണ്ടാണ് അതിനെ നിശേഷം ഹരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകൾ, ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഏതാ വരാ? എക്സാമ്പിൾ ഏതാ വരാ? ഉദാഹരണം ഓക്കെ 1 3 5 7 ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റ് വരെ അല്ലെ, അനന്തതയിലേക്ക് പോകുന്ന സംഖ്യകളാണ്. അപ്പൊ 1 3 5 7 9 എന്ന് തുടങ്ങിയിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുമെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. അടുത്തതാണ് ഭാജ്യ സംഖ്യകൾ. എന്താണ്? ഭാജ്യ സംഖ്യകൾ കേട്ടോ. ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. എന്താണ് ഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാ പറയാം. ഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് കേട്ടോ. അപ്പൊ ഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ വരാ. അപ്പൊ ഒരു സംഖ്യയെ 2ൽ കൂടുതൽ സംഖ്യകൾ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? ഹരിക്കാൻ വേണ്ടി പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയണമെങ്കിൽ ഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയായിരിക്കും ഭാജ്യ സംഖ്യകള്? 1 എന്ന് പറയുന്ന സംഖ്യേനെ ഒരുപാട് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 കൂടുതൽ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നിനൊരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് ഭാജ്യസംഖ്യയും അടുത്തൊരു ടോപ്പിക് അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇതിന്റെ തന്നെ ഒരു വേറെ ടോപ്പിക് ഉണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒന്നിന്റെ പ്രത്യേകത എന്താന്നുള്ളത്. ഇനി 2 എന്ന് പറയുന്ന സംഖ്യയെ രണ്ട് സംഖ്യകളേക്കാൾ കൂടുതൽ ഘടകങ്ങൾ അതിനുണ്ടോ നോക്കാം നമുക്ക്. 2നെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 1 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പിന്നെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ 2 ഭാജ്യസംഖ്യയാണ് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല. അപ്പൊ 2 എന്താണ്? ഭാജ്യസംഖ്യ അല്ല. കാരണം എന്താ? 2ൽ കൂടുതൽ ഘടകങ്ങൾ ആ സംഖ്യക്ക് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 3 നോക്കിയാലോ നമുക്ക് അല്ലെ. 3 എന്ന് പറയുന്ന സംഖ്യ ഏതിനെ കൊണ്ടൊക്കെ പറ്റും? 1നെ കൊണ്ട് പറ്റും അല്ലെ. പിന്നെയോ 3നെ കൊണ്ട് പറ്റും. 2നെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇല്ല. 2ന് പറ്റുമ്പോ ശിഷ്ടം വരില്ലേ? അപ്പൊ നിശേഷം ഹരിച്ചു പോണം നമുക്ക്. അപ്പൊ 3നെ കൊണ്ട് പറ്റുമോ? 3നെ കൊണ്ട് പറ്റൂ അല്ലെ. അപ്പൊ പിന്നെയോ പിന്നെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അതിനും 2 ഘടകങ്ങളല്ലേ ഉള്ളൂ. ആ സംഖ്യയും 1 മാത്രമായിട്ടുള്ള സംഖ്യകളല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ അല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 നോക്കിയാലോ അല്ലെ. 4 ആണെങ്കിൽ എന്താ? 4 കൊണ്ട് പറ്റുമോ അല്ലെ. 4ന് നമുക്ക് 1 കൊണ്ട് പറ്റും അല്ലെ. അപ്പൊ അതിനൊരു ഘടകം എന്ത് വന്നു? 1 എന്ന് വന്നു. 2നെ കൊണ്ട് പറ്റുമോ? പറ്റും അല്ലെ. അപ്പൊ അതിനൊരു ഘടകം എന്തെന്ന് വന്നു? 2നെ കൊണ്ട് പറ്റും. 4നെ കൊണ്ട് പറ്റില്ലേ? ഇപ്പൊ നോക്കിയേ, 2 സംഖ്യകൾ കൂടുതൽ അതിന് എന്ത് വന്നിട്ടുണ്ട്? ഘടകം വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാ? 1ഉം 2ഉം 4ഉം. അപ്പൊ ആദ്യത്തെ ഭാജ്യസംഖ്യയാണ് ഏതെന്ന് പറയണെങ്കിൽ 4. ആദ്യത്തെ അതിന് ഡെഫിനിഷൻ എഴുതിയില്ല അല്ലെ. അപ്പം ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവുക. ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയണമെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഭാജ്യസംഖ്യയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. ആദ്യത്തെ ഭാജ്യസംഖ്യയാണ് 4. ആദ്യത്തെ ഭാജ്യസംഖ്യയാണ് 4. പിന്നെ ഏതാ വരിക? 5 എന്ന് പറയുന്ന സംഖ്യ എടുക്കാം നമുക്ക്. 5നെ എന്നെ കൊണ്ട് പറ്റും? 1നെ കൊണ്ട് പറ്റും അല്ലെ. പിന്നെയോ 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ? ഇല്ല. 5 കൊണ്ടോ? പറ്റും.
ഇനി 6 കൊണ്ട് പറ്റുമോ? ഇല്ല. അവിടുന്ന് അങ്ങോട്ട് എന്തായാലും ഇല്ലല്ലോ. അപ്പൊ 5 എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഭാജ്യസംഖ്യ അല്ല. ഇനി നമുക്ക് 6 എടുക്കാം. ഇനി 6 ഒരു ഭാജ്യസംഖ്യ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കിയേ. ആ ഓക്കെ, 1 പറ്റും, 3 പറ്റും. വെരി ഗുഡ്. 1, പിന്നെയോ 2, 3, പിന്നെയോ അതേ സംഖ്യയായ 6. അപ്പൊ 2ൽ കൂടുതൽ ഘടകങ്ങൾ വന്നില്ലേ, 4 ഘടകങ്ങൾ വന്നില്ലേ. അപ്പൊ 4, 6 അല്ലേ. ഇനി 7 ഒരു ഭാജ്യസംഖ്യ ആണോ? ആണോ? കാരണം എന്താ 7 ഒരു ഭാജ്യസംഖ്യ അല്ലാന്ന് നമ്മൾ പറയുന്നതിന് കാരണം എന്താ? 1 കൊണ്ട് 7 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇനി 8ഓ ഭാജ്യസംഖ്യയാണ് അല്ലെ. അപ്പൊ 4, 6, 8, 9ഓ ഭാജ്യസംഖ്യ അല്ലേ. 9, 10 അല്ലെ, തുടങ്ങി അങ്ങനെ പോകുന്ന ശ്രേണിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഒന്ന് വേഗം നോട്ട് എഴുതിക്കോളൂ. അപ്പൊ അടുത്തതാണ്, ഇപ്പൊ ഭാജ്യസംഖ്യകൾ നമ്മൾ പറഞ്ഞു അല്ലെ, കോമ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞു. അടുത്തതാണ് അഭാജ്യ സംഖ്യകൾ. എന്താണ് അഭാജ്യ സംഖ്യകൾ? എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. എന്താണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. ഇനി എന്താണ് ഭാജ്യസംഖ്യ? എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? രണ്ടിലധികം ഘടകങ്ങൾ അല്ലെ. ആ സംഖ്യയും ഒന്നുമല്ലാതെ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അഭാജ്യസംഖ്യ അങ്ങനെയാണെങ്കിൽ എന്താവും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും. എന്താണ്? ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങൾ ഉള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഭാജ്യ സംഖ്യകൾ എന്ന് പറയും കേട്ടോ. അപ്പൊ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്താവും? ഒരു സംഖ്യയുടെ ആ സംഖ്യയും ഒന്നും അല്ലെ. ആ ഒരു സംഖ്യയുടെ ഘടകങ്ങള് ഒന്നും അതേ സംഖ്യയും വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി അഭാജ്യ സംഖ്യകള് 1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അതിന്റെ മുഴുവനായിട്ട് അതിന് പ്രത്യേകത കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പൊ 1 ഞങ്ങൾ കൺസിഡർ ചെയ്യണ്ട. 2 അഭാജ്യ സംഖ്യ ആവോ? എന്താ ആവോ? 2 നമുക്ക് ഏതാ? 2 ഘടകങ്ങൾ ഏതൊക്കെയാ വരാ? 2 സംഖ്യകൾ ഏതൊക്കെയാ? ഘടകങ്ങൾ ഏതൊക്കെയാ വരാ? 1 അല്ലെ. പിന്നെ 2 വരും അല്ലെ. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യ അല്ലേ. സംഖ്യകളെ നമുക്ക് അഭാജ്യ സംഖ്യ എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യ അല്ലേ. 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 3 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യ ആവുമോ? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. 3ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 3ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 അല്ലെ. 1 പറ്റും. പിന്നെയോ 2 പറ്റുമോ? ഇല്ല. 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ 3-നെ? ഇല്ല. അപ്പൊ 3 അല്ലെ. 1, 3 മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ അത്തരം സംഖ്യകള് ഇതൊരു അഭാജ്യ സംഖ്യ അല്ലെ. 3 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 4 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ ആണോ? നമ്മൾ നേരത്തെ ഭാജ്യസംഖ്യയില് എഴുതി അല്ലെ. 4 എന്ന് പറയുന്ന സംഖ്യ നമ്മള് ഭാജ്യസംഖ്യയില് എഴുതി. ഇനി 5ഓ? 5 അഭാജ്യ സംഖ്യ അല്ലെ. കാരണം 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ വരുന്നത്? 1ഉം 5ഉം അല്ലെ. 1ഉം അതേ സംഖ്യയുമായിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ. ഇനി ഇതാണ് ഇങ്ങനെ ഒരു ശ്രേണി. ഇനി അടുത്തത് 6 പറ്റുമോ? ഇല്ല. 7 പറ്റുമോ? 7 പറ്റൂല്ലേ. അപ്പൊ അങ്ങനെ പോവും. ഇനി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ ശ്രേണിയിൽ നീ ഏതെങ്കിലും ഒരു സംഖ്യ, ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാ? ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് അഭാജ്യ സംഖ്യയാണോ അല്ലെങ്കിൽ ഭാജ്യ സംഖ്യയാണോ എന്നുള്ളതാണ് ചോദ്യം വരാ. പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് വരുന്ന ചോദ്യമാണ് 0 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ ഉള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് ഭാജ്യസംഖ്യ, എത്ര അഭാജ്യ സംഖ്യയുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ ചോദിച്ചാല് നമുക്ക് എക്സാം ഹാളിൽ നമുക്കറിയാം കുറഞ്ഞ സമയം നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ പെട്ടെന്ന് ചെയ്യണ്ടേ, ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പൊ എന്താണ് നമുക്ക് ഫുൾ ഇങ്ങനെ ഞാൻ നേരത്തെ എഴുതിയമാരി ഇങ്ങനെ എഴുതി കൂട്ടിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ടൈം കൺസ്യൂമിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്കൊരു ഫോൺ നമ്പർ പഠിക്കാനുണ്ട്. ഞാൻ ഫോൺ നമ്പർ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, നമുക്ക് എന്നാ ഫോൺ നമ്പർ പറയാൻ പറ്റുമോ? ആ ഫോൺ നമ്പർ ആണ് 4422, വെരി ഗുഡ്, 3223 പിന്നെ 1, വെരി ഗുഡ്. അപ്പൊ 4422322321 അല്ലെ? ഈ 4 എന്ന് ഇത് എണ്ണമാണ്, അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് കേട്ടോ, അഭാജ്യ സംഖ്യകളുടെ എണ്ണം. നാല് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളില് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 4 അഭാജ്യ സംഖ്യകളുണ്ട് കേട്ടോ. ഇനിയോ 10 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ? അതും 4ആണ്. ഇനി ഇവിടെയാണെങ്കിലോ 20 മുതൽ 30 വരെ. ഇനിയോ ഇവിടെ അതെ 30 മുതൽ 40 വരെ എത്ര അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ? 2ആണ്. അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ? 2ആണ്. ഇനി 40 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 3 അല്ലേ? 30 മുതൽ 40 വരെ അല്ലേ 2 അല്ലെ? 40 മുതൽ 50 വരെ എത്രയാ? 3 അല്ലെ? ഇനി 50 മുതൽ 60 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 2 അല്ലെ? ഇനി 60 മുതൽ 70 വരെ എത്ര ഉണ്ട്? 2 അല്ലെ? ഇനി നമുക്ക് ഏതൊക്കെയാ സംഖ്യകളെന്നും കൂടി ജസ്റ്റ് നമ്മളൊന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഇനി 70 മുതൽ 80 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ? 3ആണ് അല്ലെ? ഇനി 80 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 2 അല്ലെ? ഇനി 90 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 അല്ലെ? ഇനി നമുക്കതൊന്ന് എത്രയ്ക്കാണ് ആ നമ്പർ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാനാണ്. കാരണം ഈ 100 വരെ ഉള്ളതെന്നാണ് അധികം എന്ത് ചെയ്യുക ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് ചെയ്യാണ്ട് തന്നെ പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നാണ് പറയാൻ പോണത്. ഇനി ഇതിന്റെ ഹെൽപ്പ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അതെയോ? അപ്പൊ ഓക്കെ, നമുക്കിത് പറയാം. എന്നാല് എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ 0 മുതൽ 10 വരെ എത്രയെന്ന് പറഞ്ഞാൽ നമ്മള് 4 എണ്ണാണ് അല്ലെ? ആ 4 എണ്ണത്തിൽ അത് ഏതൊക്കെയായിരിക്കും നമ്പർ? 2. ഓക്കെ, പിന്നെയോ 3, പിന്നെയോ 5, 7 അല്ലെ? 4 എണ്ണം കേട്ടോ. അപ്പൊ 1 മുതൽ 10 വരെ എത്ര എണ്ണാണ്? 4 എണ്ണം. പിന്നെ അടുത്തത് 10 മുതൽ 20 വരെയുള്ള ഏതൊക്കെയാ നമ്പേഴ്സ് ഉണ്ടാവുക? 11 അല്ലെ? 11ന് ആകെ 2 ഘടകങ്ങളല്ലേ ഉള്ളൂ, 1ഉം 11ഉം മാത്രം. 12 വരുമോ? ഇല്ല. അപ്പൊ 11, 13, പിന്നെയോ 17, 19 അല്ലെ? അതും എത്ര എണ്ണ? 4 എണ്ണം അല്ലേ? അതും എത്ര എണ്ണയാണ്? 4 എണ്ണം. ഇനി 20 മുതൽ 30 വരെ എണ്ണ ഏതൊക്കെയാ വരിക? വെരി ഗുഡ്, 23, പിന്നെ 29 കേട്ടോ. 23ഉം 29. അപ്പൊ എത്ര എണ്ണായി? 2 എണ്ണായില്ലേ? 20 മുതൽ 30 വരെ. ഓക്കെ, 30 മുതൽ 40 വരെ 31, പിന്നെയോ 37 കേട്ടോ. 31ഉം 37. ഓക്കെ, അപ്പൊ ഇനി 40 മുതൽ 50 വരെ ആണെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ ഉണ്ടാവാ? 41, പിന്നെയോ 43, 43, 47 കേട്ടോ. 47 ഉണ്ട്. അപ്പൊ 41, 43, 47 3 സംഖ്യകളായില്ലേ അല്ലെ? അപ്പൊ നമ്മള് കോഡ് പ്രകാരം അത് കറക്റ്റ് ആയി. ഇനിയോ 50 to 60 വരെ, 50 മുതൽ 60 വരെ 2 എണ്ണാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ? അത് ഏതൊക്കെയായിരിക്കും? 51 ഉണ്ടോ? ഇല്ല കേട്ടോ. 53, പിന്നെയോ 59, 53ഉം 59 കേട്ടോ. അപ്പൊ അത് 2 എണ്ണം. ഇനി 60 മുതൽ 70 വരെ 2 എണ്ണം അല്ലേ ഉള്ളത്? അത് ഏതൊക്കെയാ സംഖ്യകൾ ഉണ്ടാവുക? 60 മുതൽ 70 വരെ വെരി ഗുഡ്, 61, പിന്നെയോ 67, വെരി ഗുഡ്. 61ഉം 67. 65 വരുമോ? ഇല്ല അല്ലെ? 65ന് നമുക്ക് എന്തിനെ കൊണ്ടൊക്കെ പറ്റും? 5 കൊണ്ട് പറ്റും അല്ലെ? 65 എന്ന് പറയുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ വരിക? 1 പറ്റും, 65 പറ്റും. 5 എന്ന് പറയുമ്പോ അതിന് എന്തുകൊണ്ട് പറ്റും? 5 കൊണ്ട് പറ്റില്ലേ അല്ലെ? 5 കൊണ്ട് പറ്റും. പിന്നെയോ 10 കൊണ്ട് പറ്റുമോ? ഇല്ല, 10 കൊണ്ട് പറ്റില്ല അല്ലെ? അപ്പൊ 2 കൂടുതൽ ഘടകങ്ങൾ ഇവിടെ തന്നെ വന്നില്ലേ? അപ്പൊ അതെന്താണ്? 65 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയല്ല കേട്ടോ. അപ്പൊ
60 മുതൽ 70 വരെ 61 67 വരുന്നത്. 70 to 80 വരെയാണെങ്കിൽ ഏതൊക്കെയാ സംഖ്യകൾ ഉണ്ടാവുക? 71, പിന്നെയോ 73 വരെ, പിന്നെയോ 79 കേട്ടോ. 71, 73, 79. ഇനി 80 to ഒരു മിനിറ്റ്, 83 വരും. 81 ഇല്ല, 9 വരും കേട്ടോ. 83, 89 വരുമോ? വരൂലേ? ഒന്ന് നോക്കിയേ 89 വരുമോ എന്നുള്ളത്. 83 ഒരു ഭാജ്യസംഖ്യയാണോ അഭാജ്യസംഖ്യയാണോ എന്ന് നോക്കൂ. 70 വരെ ഏതൊക്കെയാ? 61, 67 രണ്ടെണ്ണല്ലേ ഉള്ളത് അല്ലേ? ഇനി അടുത്തത് 70 to 80 വരെ എത്ര എണ്ണായിരിക്കും? 3 എണ്ണല്ലേ ഉള്ളത്. അത് ഏതൊക്കെയാ നമ്പർ വരിക? 70 to 80. 71, പിന്നെ 73, 79 കേട്ടോ. 79 അത് എത്ര എണ്ണായി? 3 എണ്ണായി അല്ലേ? ഇനി അടുത്തത് 80 to 89 വരെ ഏതൊക്കെയാ? 81 ഒരു ഭാജ്യസംഖ്യയാണോ അഭാജ്യസംഖ്യയാണോ എന്ന് കണ്ടെത്തുമോ നിങ്ങള്? അഭാജ്യസംഖ്യയാണോ? ആണോ ഭാജ്യസംഖ്യ? 81 ഒരു ഭാജ്യസംഖ്യയാണോ അഭാജ്യസംഖ്യയാണോ എന്നാ ചോദിച്ചത് അല്ലേ? ഭാജ്യസംഖ്യയാണ് അല്ലേ? കാരണം എന്താ? 81 എന്തൊക്കെ പോവും? 9 പോവും അല്ലേ? അപ്പൊ 1 81 അല്ലാണ്ട് 9 പോണില്ലേ? 9ന്റെ സ്ക്വയർ തന്നെ എന്താണ്? 81. അപ്പൊ അത് പറ്റില്ല അല്ലെ? അപ്പൊ 80 to 90 വരെ അപ്പൊ ഏതൊക്കെ വരും? 80 to 90 വരെ 83, പിന്നെ 89 കേട്ടോ. അത് എത്ര? 2 കേട്ടോ. ഇനി 90 to 100 വരെ ഏതാ? ഒറ്റ സംഖ്യ ഉള്ളു. അതാരാ ആള്? 97 കേട്ടോ. 97. ഓക്കെ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ഇത് വായിക്കട്ടെ, ക്ലിയർ ചെയ്യട്ടെ ബോർഡ്. 87 വരുമോ? എങ്ങനെ നോക്കാം? 87 അല്ലാണ്ട് 87 വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് പോകാൻ പറ്റുമോ? 87 ഓക്കെ. അതല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ നോക്കിയേ, പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ നോക്കാം നമുക്ക് അല്ലെ? 2, 3, 6, 27. അപ്പൊ എന്താ? 9, 3, 27 അല്ലെ? അപ്പൊ 3 എന്താണ്? ഘടകായില്ലേ? 87ന്റെ ഘടകായിട്ട് ആര് വന്നു? 3 വന്നു. അപ്പൊ 87 എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണോ? ആണോ? ഭാജ്യസംഖ്യയാണ്. അഭാജ്യസംഖ്യയാണോ എന്ന് ചോദിച്ചാലോ? അഭാജ്യസംഖ്യ അല്ല കേട്ടോ. 87 ഒരു അഭാജ്യ സംഖ്യയല്ല. അടുത്തതാണ് പൂർണ്ണ സംഖ്യകൾ. എന്താണ്? പൂർണ്ണ സംഖ്യകൾ കേട്ടോ. പൂർണ്ണ സംഖ്യ എന്താണ്? പൂർണ്ണ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖണ്ഡ സംഖ്യ എന്തായിരുന്നു? ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യ എന്തായിരുന്നു? എന്തായിരുന്നു അഖണ്ഡ സംഖ്യ? 0 അല്ലെ? 0, 1, 2, 3 അങ്ങനെ പറഞ്ഞു. ലളിത സംഖ്യനോട് കൂടെ 0 കൂടെ കൂട്ടിയിട്ടുള്ള സംഖ്യനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഖണ്ഡ സംഖ്യ എന്ന് പറയാം. ഇനി പൂർണ്ണ സംഖ്യക്ക് എന്താ വെച്ചാല് അഖണ്ഡ സംഖ്യയുടെ കൂടെ അഖണ്ഡ സംഖ്യയും നെഗറ്റീവ് സംഖ്യകളും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണെങ്കില് പൂർണ്ണസംഖ്യ. അപ്പൊ അഖണ്ഡ സംഖ്യയും നെഗറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ചേർന്നതാണ് ഏതെന്ന് പറയണെങ്കില് പൂർണ്ണസംഖ്യ. അപ്പൊ നമുക്ക് ഉദാഹരണം എഴുതാം അല്ലെ? അപ്പൊ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോ 0 ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെയോ 1, 2, 3, 4 എന്ന് പോയിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റിൽ പോകും. പിന്നെ ഇവിടെയാണെങ്കിലോ നെഗറ്റീവ് സംഖ്യ പറയുമ്പോ ആദ്യത്തെ നെഗറ്റീവ് സംഖ്യ ഏതാ? -1 ആണ്. ഇനി പിന്നെ നെഗറ്റീവ് സംഖ്യ ഏതാ വരാ? -2, -3 എങ്ങനെ പോകൂലേ? അപ്പൊ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ആണ് ഏതെന്ന് പറയണെങ്കില് -1 എന്ന് പറയും കേട്ടോ. സംഖ്യന്റെ ചിഹ്നം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ചിഹ്നം നോക്കണം ഏതാണ് നെഗറ്റീവ് സംഖ്യ. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ നെഗറ്റീവ് സംഖ്യ ആയിരിക്കും ഈ എഴുതിയതില് -3 ആയിരിക്കും കേട്ടോ.
അപ്പൊ എങ്ങനെ പോയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇൻഫിനിറ്റിൽ പോകും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണമെങ്കിൽ പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. പൂർണ്ണ സംഖ്യ. സ്റ്റോപ്പ് ഇല്ലാതെ പോകുന്നതിനെയാണ് നമ്മള് ഈ ഒരു ചിഹ്നം കൊണ്ടല്ലേ, ഒരു മീനിന്റെ പോലെ ഉള്ളത് അല്ലെ, ഒരു മീനിനൊക്കെ ഇൻഫിനിറ്റ് കേട്ടോ. ഇൻഫിനിറ്റ് അനന്തത എന്നാണ്, അനന്തതയെ സൂചിപ്പിക്കുന്നതിനെയാണ് അനന്തത കേട്ടോ. അനന്തത കേട്ടോ. അനന്തത അങ്ങനെ തുടർന്നേ പോകും കേട്ടോ, അവസാനം ഇല്ലാതെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതാണ് പരിപൂർണ സംഖ്യ. എന്താണ് പരിപൂർണ സംഖ്യ കേട്ടോ. പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ ആ സംഖ്യയുടെ പേരാണ് അനഘസംഖ്യ കേട്ടോ. പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘസംഖ്യ. ഇനി എന്താണ് പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ശ്രദ്ധിക്കാം, ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് ആ സംഖ്യയുടെ ഇരട്ടിയാവുകയാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് പരിപൂർണ സംഖ്യ എന്ന് പറയണെങ്കിൽ. പരിപൂർണ സംഖ്യന്റെ പരിപൂർണ സംഖ്യകൾക്ക് എന്താ പറയാന്നുള്ളത് നോക്കി കിട്ടിയിട്ടില്ല. ഇപ്പൊ നേരത്തിൽ നോക്കാം ഇന്റർവെൽ ആകുമ്പോഴേക്ക്. ഓക്കെ, പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘസംഖ്യ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഒരു സംഖ്യയുടെ ഇതിന്റെ ഡെഫിനേഷൻ കറക്റ്റ് മനസ്സിലാക്കണേ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റാവുന്ന ഒരു സംഖ്യകളുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായ സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയാമെങ്കിൽ അനഘസംഖ്യ എന്ന് പറയും. നിങ്ങളാണ് അനഘസംഖ്യ കേട്ടോ. അപ്പം ഇതിനൊരു ഉദാഹരണമാണ് 6. 6 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, 6 പിന്നെ 28 496 8128 ഇങ്ങനെ പോകും. അപ്പൊ ഇത് നോക്കാം, നമുക്ക് 6 പരിപൂർണ സംഖ്യ ആണ് നമ്മൾ പറയാൻ കാരണം എന്താന്ന് നോക്കാം. 6 എന്ന് പറയുന്നതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 പിന്നെ 3 പിന്നെ 6 അല്ലെ? അപ്പൊ ഇത് നോക്കാം. 2 ഉണ്ട്. 1 2 3 6 കേട്ടോ. 1 2 3 6. ഇനി നോക്കാം, ഇതെന്താ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഒരു സംഖ്യയുടെ, ഇപ്പൊ 6 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അതിന് ഘടകങ്ങളുടെ തുക, അതാണ് ഘടകങ്ങൾ അല്ലെ. ഇനി ഇതിന്റെ തുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 1 + 2 + 3 + 6 അല്ലെ? അപ്പൊ നോക്കാം, ഇതിന്റെ തുക എന്തായിരിക്കണം? ഈ സംഖ്യയുടെ ഇരട്ടിയാവണം. അതായത് നമുക്ക് ഈ തുക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 12 എന്ന് കിട്ടണം അല്ലെ. 2 1 എത്രയാ? 3 3 3 6 6 12. അപ്പൊ ഈ സംഖ്യയാണ് എന്തെന്ന് പറയണെങ്കിൽ പരിപൂർണ സംഖ്യ കേട്ടോ. അപ്പൊ ഓരോന്നും അങ്ങനെ ചെയ്തു നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഘടകങ്ങളൊക്കെ അല്ല, 6 പരിപൂർണ സംഖ്യ കേട്ടോ. ഇതിന്റെ തുകയാണ് എന്തെന്ന് പറയണെങ്കിൽ 12 കേട്ടോ. അപ്പൊ ഇത് എന്താണ്? ചെറിയൊരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. അപ്പം ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ, ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണ്? 6 ആണ് കേട്ടോ. ഇനി 2 അക്കമുള്ള, എന്താണ്? 2 അക്കമുള്ള പരിപൂർണ സംഖ്യ ഏതാണ്? 2 അക്കമുള്ള പരിപൂർണ സംഖ്യയാണ് ഏതെന്ന് പറയണെങ്കിൽ 28 എന്ന് പറയണെങ്കിൽ കേട്ടോ. ഇനി 3 അക്കമുള്ളതോ? 496 കേട്ടോ. 496. 3 അക്കമുള്ള പരിപൂർണ സംഖ്യയാണ് ഏതെന്ന് പറയുന്നത് 496. അങ്ങനെയാണെങ്കിൽ 4 അക്കമുള്ളതോ? 8120 കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണ്? 6. അങ്ങനെ വരൂ.
പിന്നെ രണ്ടക്കമുള്ള ഒരു പരിപൂർണ്ണ സംഖ്യ 28 കേട്ടോ. അത് വളരെ റയറായിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് ഈ ബോക്സിലാക്കി വെച്ചത് കേട്ടോ. 3 അക്കം ഉള്ളതാണെങ്കിൽ 496 പിന്നെയോ 8128 എന്തെന്ന് പറയണമെങ്കിൽ 4 അക്കമുള്ള പരിപൂർണ്ണ സംഖ്യ കേട്ടോ. ഇനി സംഖ്യകളും അതിന്റെ വിശേഷണങ്ങളാണ് കേട്ടോ. സംഖ്യകള് അതിന്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാനുള്ളത് കേട്ടോ. സംഖ്യാവിശേഷണങ്ങൾ കേട്ടോ. ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഏതാണ്? 6 കേട്ടോ. ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ. പരിപൂർണ്ണ സംഖ്യക്ക് പറയുന്ന വേറെ പേരെന്താ? പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ കേട്ടോ. അതെ, അപ്പൊ അനഘ എന്ന് ആലോചിക്കുമ്പോ ഏത് നമ്പർ ആലോചിക്കണം? 6 എന്ന് ആലോചിക്കണം കേട്ടോ. എന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ആണത്. അപ്പം 6. ഇനി അടുത്ത എന്താണ്? ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലുത് ഒന്ന് വലുതാണോ? 9 അല്ലെ? അപ്പൊ ഏറ്റവും വലിയ ഒരക്ക സംഖ്യ കേട്ടോ. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 9 കേട്ടോ. ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ ഏതാണ്? 9. ഇനി ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ചെറുത് 10 ഇല്ലേ? 10 വിട്ടോ? ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ്? അത് 10 അല്ലെ? ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? യെസ്, നൈസ്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? അത് 99 കേട്ടോ. ഇനി ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 100. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ? 999 കേട്ടോ. സിമ്പിൾ അല്ലേ? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് ഏതെന്ന് പറയണെങ്കിൽ 999. ഇത്രയൊന്നും എഴുതിയെടുക്കൂ. ഇനി ഇതിലൊരു 2-3 എണ്ണം കൂടെ എഴുതാനുള്ളൂ കേട്ടോ. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘ സംഖ്യ, ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘ സംഖ്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? 6 കേട്ടോ. ഇനി ഏറ്റവും വലിയ ഒരക്ക സംഖ്യ, ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? 9. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 10 കേട്ടോ. ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 അല്ലെ? 99 കഴിഞ്ഞാൽ 100 അല്ലേ? അപ്പൊ 99. ഇനി ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 100 അല്ലെ? അപ്പൊ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ? 999 അല്ലേ? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999 കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്യട്ടെ. അടുത്തതാണ് സങ്കലനത്തിന്റെ അനന്യകമായ സംഖ്യ ഏതാണ്? സങ്കലനത്തിന്റെ അനന്യകം. എന്താണ് അനന്യത എന്ന് പറഞ്ഞാല്? അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയാ. അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, സങ്കലനത്തിന്റെ അനന്യത എന്ന് പറഞ്ഞാല്, അതായത് സങ്കലനത്തിന്റെ അനന്യത എന്ന് പറഞ്ഞാല്, ഈ സങ്കലനം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിപ്പോകുന്നത് അല്ലെ? അഡിഷൻ ആണ് അല്ലെ? സങ്കലനം എന്ന് പറഞ്ഞാല് കൂട്ടുന്നതിനെയാണ് സങ്കലനം എന്ന് പറയാം. അപ്പൊ അനന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കലനത്തിന്റെ അനന്യത എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയെ കൂട്ടുമ്പോ, ഒരു സംഖ്യയോട് വേറൊരു സംഖ്യ കൂട്ടുന്ന സമയത്ത് അതേ സംഖ്യ തന്നെ ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ?
സങ്കലനത്തിന്റെ അനന്യത എന്ന് പറയുന്നത്. അപ്പൊ 2 എന്ന സംഖ്യയോട് 0 കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? 2 തന്നെയല്ലേ കിട്ടുക അല്ലെ? 0ത്തോട് അപ്പൊ ഏത് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലും അല്ലെ അപ്പൊ 8 എന്നുള്ളോട് 0 കൂട്ടിക്കഴിഞ്ഞാൽ ഏതാ കിട്ടുക? സോറി 10 8 തന്നെയാ കിട്ടുക. അതേ സംഖ്യ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ അതേ സംഖ്യ, ഒരു സംഖ്യയോട് 0 കൂട്ടിക്കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പൊ അങ്ങനത്തെ സംഖ്യകൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അനന്യത. അപ്പൊ ഇവിടെ സങ്കലനത്തിന്റെ അനന്യത എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? 0 സങ്കലനത്തിന്റെ അനന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഗുണനത്തിന്റെ അനന്യത. എന്താണ്? ഗുണനത്തിന്റെ അനന്യത കേട്ടോ. അതെന്താണ്? 1 കേട്ടോ. കാരണം ആ സംഖ്യ കൊണ്ട് ആ സംഖ്യ തന്നെ ഗുണിക്കുന്ന സമയത്ത് ആ സംഖ്യ തന്നെ കിട്ടും അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാ പറയാ കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഗുണനത്തിന്റെ അനന്യത ഏതാണ്? 1 അല്ലെ? 2 എന്ന് പറയുന്ന സംഖ്യനെ 1 കൊണ്ട് ഗുണിച്ചാൽ ഏതാ കിട്ടുക? 2. അതേ സംഖ്യ തന്നെ കിട്ടിയില്ലേ? 8 എന്ന സംഖ്യനെ 1 കൊണ്ട് ഗുണിച്ചാൽ ഏതാ കിട്ടുക? 8 തന്നെ അല്ലെ? അപ്പൊ ഇവിടെ എന്താ അനന്യത എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിക്കും. ഇവിടെ 0 ആണെങ്കിൽ എന്താ? 0 അല്ലേ കിട്ടുക? ഒരു സംഖ്യനെ ഏത് സംഖ്യനെയും 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 കിട്ടുക അല്ലെ? അപ്പൊ അതേ സംഖ്യ കിട്ടണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? നമ്മള് 1 കൊണ്ട് ഗുണിക്കണം കേട്ടോ. 1 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അതാണ് അനന്യതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെറ്റ് അല്ലേ? ഇനി കേവല വില എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേവല വില എന്താ? കേവല വില യെസ്, അതാണ്. അപ്പൊ -1ന്റെ കേവല വില ഏതൊരു സംഖ്യന്റെയും ഇവിടെ -1ന്റെ കേവല വില ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? 1. അതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു നെഗറ്റീവ് നിങ്ങൾ കാണുന്നോ? നെഗറ്റീവ് സൈന്. ഇത് നെഗറ്റീവ് സൈൻ ആണ് അല്ലെ? -1 എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏതൊരു സംഖ്യന്റെയും ഈ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ടുള്ളതാണ് അതിന്റെ എന്തെന്ന് പറഞ്ഞെങ്കിൽ കേവല വില എന്ന് പറഞ്ഞെങ്കിൽ. അപ്പൊ -100ന്റെ കേവല വില എന്താന്ന് ചോദിച്ചാൽ എന്താ? 100 അല്ലെ? ആ നെഗറ്റീവ് സംഖ്യ അങ്ങോട്ട് ഒഴിവാക്കുക. അതേതാണ്? അതേതാണ്? 100 ആയിരിക്കും. അതേ സംഖ്യ കേട്ടോ. ആണ് കേവല വില എന്ന് പറയുന്നത്. അപ്പൊ സംഖ്യയുടെ ചിഹ്നമില്ലാത്ത വില അത് നോട്ട് ചെയ്യാൻ തരാം കേട്ടോ. സംഖ്യയുടെ ചിഹ്നമില്ലാത്ത വിലേനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? കേവല വില എന്ന് പറയുന്നത് കേട്ടോ. ചിഹ്നമില്ലാത്ത വില.